അറ്റ്ലീസ്റ്റ് ക്യാമറ ഓൺ ആക്കണം കാണുമ്പോഴെങ്കിലും പേടിച്ച് പോയിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് എവിടെ ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കണ ചേട്ടന്മാരുടെ അടുത്തൊക്കെ ഇപ്പൊ എന്താ പറയാ. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഒരുപാടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇന്നലെ അവിചാരിതമായിട്ട് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഇതിനകത്ത് കാണുന്ന സഹോദരികളുണ്ടാവും, അതുപോലെ തന്നെ സഹോദരന്മാരും ഉണ്ടാവും. കാരണം ഇതിനകത്ത് നോട്ട് ഓൺലി വിമൻസ്, മെയിൽസ് ഓൾസോ ഇതിനകത്ത് കുറേ അധികം പെടുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. ഒരു സമയം, ഒരു വൈകുന്നേര സമയം, ഒരു 6-7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഇപ്പം ഭയങ്കര ആധുനികത, പുരോഗമനം നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്പർ 1 സാക്ഷരത നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു 10 മണിക്ക് ശേഷമൊക്കെ, ഒരു 9 മണിക്ക് ശേഷമൊക്കെ ഒരു സ്ത്രീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പിന്നീട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിനിമകളിലൂടെ കണ്ടിട്ടുണ്ട്. ജനഗണമന എന്നുള്ള സിനിമയ്ക്കകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു സ്ത്രീക്ക് ഏത് സമയമാണ് അവരുടെ ഒരു ചോദിക്കുന്ന സലിംകുമാർ ചോദിക്കുന്ന ഒരു പ്രശസ്തമായ ഡയലോഗുണ്ട്. ഞാനത് കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ പറഞ്ഞാൽ അത് അറിയുന്നവരാ കമൻറ്റ് ബോക്സിൽ. അസമയം ഇല്ലേ, ഏതാണ് ആ അസമയം എന്ന് ചോദിക്കുന്നത് പോലെ ഏത് സമയമാണ് അസമയം? അതൊരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഒരു സമയത്തിനപ്പുറം പുറത്ത് എന്തെങ്കിലും ആവശ്യത്തിന് ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ മോശമായി ചിത്രീകരിക്കാനുള്ള അവകാശം നമ്മുടെ സമൂഹത്തിനുണ്ടോ? അവരെ വേറൊരു തരത്തിലേക്ക് കാണാനുള്ളൊരു അവകാശം നമുക്കുണ്ടോ? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങളിത് കണ്ടു നോക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിലവിൽ പല സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റിയ റെയിൽവേയിൽ, ബസ്സിൽ, അതുപോലെ തന്നെ മെട്രോയിൽ, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയിട്ട് വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. ആദ്യം ആ കുട്ടിക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇത്രയും മോശപ്പെട്ടൊരു അനുഭവം എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വർക്ക് ഇങ്ങനെ 10 മിനിറ്റ് ഊബർ വെയിറ്റ് നിൽക്കാൻ പോലും നമ്മുടെ എറണാകുളത്ത് പറ്റില്ല. ഇത് ഇടവഴികളോ പോക്കറ്റ് റോഡോ ഒന്നുമല്ല. നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും തിരക്കൂടിയ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ എറണാകുളത്തുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. എറണാകുളം ചങ്ങമ്പുഴ പാർക്ക് ഞാനും പോകുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിൽ സമയങ്ങളിലായിക്കോട്ടെ, അല്ലാത്ത സമയങ്ങളിലായിക്കോട്ടെ, ഇവിടെ സ്ത്രീ പുരുഷ ഭേദമന്യേ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എങ്കിലും ഈ ഒരു സാധനം ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോയി ഈ എറണാകുളത്ത് സംഭവിച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും അത്ഭുതം തോന്നിപ്പോയി. അതിനെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അറ്റ്ലീസ്റ്റ് ക്യാമറ ഓൺ ആക്കണം കാണുമ്പോഴെങ്കിലും പേടിച്ച് പോയിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് എവിടെ ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കണ ചേട്ടന്മാരുടെ അടുത്തൊക്കെ ഇപ്പൊ എന്താ പറയാ. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഒരുപാടുണ്ടെങ്കിലും ഒന്നുപോലും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് 100 വിളിച്ചാൽ പോലീസ് വരും. പിന്നെ രണ്ടും കൽപ്പിച്ച് 100ലേക്ക് തന്നെ വിളിച്ചു. 5 മിനിറ്റ് പോലും എടുത്തില്ല, സാറുമാര് നമ്മുടെ അടുത്തേക്ക് എത്തി. ഇനി സല്യൂട്ട് കേരള പോലീസ്. പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ചില പോലീസുകാർ ചെയ്യുന്ന കാരണത്തിൽ നമ്മൾ പോലീസിനെയൊക്കെ വിമർശിക്കാറുണ്ട്. വിമർശനത്തിന് അതിതരല്ലോ ആരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും ഇവർ അവരുടെ വീഡിയോ തന്നെ വ്യക്തമായി കാണിച്ചു. അങ്ങനെ കുറച്ചധികം ഞരമ്പ് രോഗികൾ അവിടെയും ഇവിടെയും കിടന്ന് അവരുടെ കഴപ്പും മറ്റു കാര്യങ്ങളും കാണിച്ചിട്ട് ഈ കുട്ടികളെ പുറകെ നടക്കുന്നൊരു കാര്യം ഉണ്ടായി. എന്നിട്ട് ഫോൺ എടുത്ത് വെച്ച് ക്യാമറ വെച്ച് പിടിച്ചിട്ട് പോലും അവന്മാർ പോകാതെ അവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുന്നൊരു കാഴ്ചയും കണ്ടു. അതിനുശേഷം ഹെൽപ്പ് ലൈൻ നമ്പർ കുറേ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും കുറേ ആപ്പിൻ്റെ ഒക്കെ പേരുകൾ കേട്ടിട്ടുണ്ട്. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ പോലീസിനെ വിളിക്കുന്നു, 5 മിനിറ്റിനുള്ളിൽ പോലീസ് വന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് വളരെ കർത്തവ്യബോധത്തോടുകൂടി വന്ന പോലീസിന് ഒരു ബിഗ് സല്യൂട്ടിനെ കൊടുക്കണം. ഈ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യും, നീ പാതിരാത്രി റോട്ടിൽ പോയി നിന്നോണ്ടല്ലേ. ഒരു 10 മണി 10:30 സമയം എങ്ങനെ പാതിരാത്രി ആവാ? അല്ല, പാതിരാത്രി ആണെങ്കിലും ഇപ്പൊ എന്താ? സത്യമാണ്, പാതിരാത്രി ആയാലും എന്താ ഇല്ലേ? നമ്മുടെ തിരുവനന്തപുരത്ത് മാനവീയ റോഡൊക്കെ ഉണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്. മാനവീയത്തിലൊക്കെ ഇപ്പം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് മാറ്റം നമ്മളെല്ലാവരും ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ഈ ഇന്ന സമയത്ത് വീട്ടിൻ്റെ അകത്ത് കയറി ഇരുന്നേ പറ്റുള്ളൂ. പണ്ട് കേട്ടിട്ടില്ലേ, കാലാട്ടി കഴിഞ്ഞാൽ ദാരിദ്ര്യം വരും. പിന്നെ സ്ത്രീകളും മറ്റു കാരണവന്മാരും പുറത്ത് നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടും. ഇങ്ങനെ പിന്നെ വൈകുന്നേരത്തിന് ശേഷം നഖം വെട്ടിക്കൂടാ, അതുപോലെ മുടിവാരി കെട്ടിക്കൂടി, എന്തൊക്കെയൊക്കെ പരിപാടി സംഭവം പണ്ട് കാലങ്ങളിലുള്ള സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ റീലിൻ്റെ അകത്ത് ഒരു അമ്മ മീൻ കട്ട് ചെയ്തതിന് ശേഷം മീനിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റുന്ന, തലയും വാലും കട്ട് ചെയ്ത് നടുഭാഗം മാത്രം ഉപയോഗിക്കുന്നു. ആരോ ഇട്ടിരുന്നറിയില്ല. അതിനുശേഷം അതിൻ്റെ 2 ഭാഗം കളഞ്ഞിട്ടാണ്, തലയും അതുപോലെ തന്നെ വാൽ കഷ്ണവും കളഞ്ഞിട്ട് നടുഭാഗം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ എന്നുള്ള കാര്യം അതിൻ്റെ ആ കുട്ടിയുടെ അമ്മ ചോദിച്ചപ്പോഴേക്കും എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടി പോയിട്ട് ഈ മുത്തശ്ശിയോട് ചോദിക്കുന്നു, മുത്തശ്ശി എന്താ മുത്തശ്ശി ഇതിങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എൻ്റെ അമ്മയും എന്നെ ഇങ്ങനെ പഠിപ്പിച്ചത്. അതിനുശേഷം ആ മുതുമുത്തശ്ശിയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ മുതുമുത്തശ്ശി പറഞ്ഞു, അത് പണ്ട് ഞാൻ ഒരിക്കൽ ഇതുപോലെ എന്തോ ഒരു സംഭവത്തിന് പോയിട്ട് വന്ന സമയത്ത് എനിക്കത് പോക്കറ്റിൽ കൊള്ളത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്തോ ഒരു സംഭവം പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പിൽക്കാലത്തും അതിനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം പണ്ട് കാലത്തുള്ള വിവരമില്ലായ്മയോ അതിൻ്റെ ബുദ്ധിയില്ലായ്മയോ ഒക്കെയാണ്. അത് ഇന്നും നമ്മൾ ഈ മാറിയ കാലഘട്ടത്തിലും അത് പിന്തുടരുമ്പോഴേക്കും ഒരുപാട് ജീർണതകൾ സമൂഹത്തിൻ്റെ അകത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ?
എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? ഇനിയെങ്കിലും എന്റെ പൊന്നു ചേട്ടന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക, രാത്രി റോഡിൽ നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളും ഇതിനു വേണ്ടി നിൽക്കുന്നവരല്ല. നമ്മൾ ജനിച്ചു വളർന്ന സ്വന്തം ഇതിനു വേണ്ടി നിൽക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതായത് നമുക്കിപ്പം ഞാൻ എറണാകുളത്തിൽ വന്നിട്ട് കുറേ നാളായി. ഈ എറണാകുളത്തിൻ്റെ അത് സംഭവം ഞാനിത് ഇത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും മോശപ്പെടുത്താനോ ഒന്നുമല്ല. ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴേക്കും അത് എറണാകുളത്തുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, ചില പാലത്തിൻ്റെ ഭാഗത്തൂടെ പോകുമ്പോൾ, ചില ഇടവഴികളുടെ ഭാഗത്തൂടെ പോകുമ്പോൾ അവിടെയൊക്കെ ചില ആൾക്കാർ അവിടെ നിൽക്കും. ഓക്കെ, അവർ ചെയ്യുന്ന തൊഴിലിൽ ഞാൻ കുറ്റപ്പെടുത്താനോ മോശപ്പെടുത്താനോ ഒന്നും തയ്യാറല്ല. കാരണം അവർ അതിന് ആവശ്യക്കാരുണ്ടായിട്ടില്ല. അവർ ഏകപക്ഷീയമായിട്ട് അവർ ആ തൊഴിലെടുക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ തൊഴിൽ ചെയ്യുന്നവർ ആ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ അത് സമീപിക്കുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇതുപോലെ നിൽക്കുന്ന ആൾക്കാരെയും തെറ്റിദ്ധരിച്ചിട്ട് ഈ പണിക്ക് വന്ന് നിൽക്കുന്നതല്ലേ എന്നൊരു ചിന്തയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. എറണാകുളത്തിൻ്റെ മുക്കിന് പല ഇടവഴികളിലും ഇടനാഴികളിലൊക്കെ പോകുമ്പോൾ നമ്മൾ നടന്നൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ പുറകെ വന്നിട്ട് ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് അറിയുന്നവർക്കറിയാം കേട്ടോ, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. ആരെയും മോശപ്പെടുത്തി പറയണ്ട ദയവ് ചെയ്ത് പ്ലീസ്. പക്ഷേ ഇത് ആണ് ഈ കുട്ടികളടുത്ത് ഇവർ ഇങ്ങനെ നിന്ന സമയത്ത് മറ്റെന്തോ ഉദ്ദേശത്തിന് അല്ലെങ്കിൽ മറ്റെന്തോ ഇതിനാണ് വന്നിരിക്കുന്ന ഒരു തോന്നൽ, ഒരു ബോധം, അതാണ് പ്രശ്നം. നാട്ടില് അതും ഒരു 7 മണി 8 മണിക്ക് ശേഷം ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിലും ദയനീയ അവസ്ഥ വേറെ ഉണ്ടോ? കറക്റ്റ് ടൈമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത കേരള പോലീസിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്രയും മോശപ്പെട്ട അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കേരള പോലീസിൻ്റെ ആ ഒരു സ്തുത്യർഹമായിട്ടുള്ള ഇടപെടൽ വളരെയധികം എന്താണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് സമൂഹത്തിൻ്റെ അകത്ത് ചില നല്ല രീതിയിൽ പ്രചരിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പെൺകുട്ടികൾ 10 മണിക്ക് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമ നഷ്ടപ്പെടുമെന്നാണോ? അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീകളൊക്കെ മറ്റേ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണോ? ഇതൊക്കെ സംഭവമാണ്. ഇതിനിടയ്ക്ക് വേറൊരു കമൻറ്റ്, അതൊക്കെ കോഴിക്കോട് ഏത് രാത്രി നടന്നാലും സേഫാണ്. അപ്പോഴാണ് അടുത്ത താഴത്തൊരു കമൻറ്റ്, ആൺപിള്ളേർ മാത്രം പേടിച്ചാൽ മതി. അത് എന്താണെന്ന് പലർക്കും മനസ്സിലായിക്കൊണ്ട് ഇഞ്ചാ പിള്ളേ പൊറോട്ട വായിച്ച് തരട്ട നമ്മുടെ റഷീദ് അതുപോലത്തെ സംഭവം ഉദ്ദേശിക്കണം തോന്നും. നമ്മൾ അവിടെ സേഫാണ്, ആൺകുട്ടികൾ മാത്രം ഇല്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഇപ്പം എല്ലായിടത്തും സ്ത്രീകൾ ഇപ്പം അപമാനിക്കപ്പെടുന്ന സ്ത്രീകളുടെ ബുദ്ധിമുട്ടൊക്കെ പറയുന്നു. ഞാൻ ഒരു കാര്യം ഞാൻ തുറന്ന് പറയട്ടെ, ഇത് കാണുന്ന പുരുഷന്മാരുണ്ടാവുമല്ലോ, നിങ്ങൾ ബസ് യാത്ര നടത്തുന്നവരും പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകുന്നവരും മറ്റ് പല സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ അനുഭവം ഉണ്ടെന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ അത് കറക്റ്റാണെന്ന് പറ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. നമ്മുടെ അടുത്ത് ഉറക്കത്തിലിരിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. ചേട്ടന്മാർ ഭയങ്കര ഉറക്കമൊക്കെ ആയിരിക്കും, അടുത്ത് ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ ഉറക്കമായിരിക്കും. ഈ ചേട്ടന്മാരുടെ കൈകളുണ്ടല്ലോ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വരും. അത് എവിടേക്കായിരിക്കും വരുന്നതെന്നുള്ളത് ചിന്തിച്ചത്. അങ്ങനെ വന്നിട്ട് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഉറക്കമാണ് സംഭവം. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ധനുച്ചേർത്ത് ഞാൻ എൻ്റെ സ്ഥലത്ത് അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ചേട്ടൻ, ഞാനൊന്ന് മുണ്ടെടുത്തോണ്ടാണ് പോയിരിക്കുന്നത്. അപ്പം ആലോചിച്ച് നോക്കണം, എനിക്കത് ആലോചിക്കാൻ വയ്യ. ആ ചേട്ടൻ ഇതുപോലെ ഇങ്ങനെ സംഭവം അവസാനം അത് അവിടെ ഞാനുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ട്. ആ ബസ്സിൻ്റെ അകത്തിട്ട് നിന്ന് ഇടിച്ച് കൂട്ടിയിട്ട് പുറത്തിറക്കി വിട്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ചേട്ടൻ കാണിച്ചൊരു പരിപാടി കാരണമാണ് അന്ന്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു മനസ്സിലാകുന്നുണ്ട്, അവരുടെ ഒരു കുറ്റമായിട്ടാണല്ലോ. ആ ഒരു പ്രായത്തിൻ്റെ അടുത്ത് ചേട്ടൻ കൊണ്ടാണ് അന്ന് അടിയിലേക്ക് പോയത്. അല്ലെങ്കിൽ ഇന്നത്തെ സമയത്താണെങ്കിൽ ആളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുകയുള്ളൂ. കാരണം ഇത് ഇവരുടെ ഒരു പ്രശ്നമാണ്. ട്രീറ്റ് ചെയ്യാതെ ഇത് മാറത്തുമില്ല. അല്ലാതെ നമ്മളിപ്പോൾ ഇടികൊടുത്തെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇത് മാറത്തില്ല. അവരൊക്കെ കൗൺസിലിങ്ങിന് വിധേയരാക്കി അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ഈ ഒരു സംഭവങ്ങളൊക്കെ മാറുള്ളൂ. മനസ്സിലാവുന്നു. ഇപ്പോൾ കാണുന്നില്ല, ട്രെയിനുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സ്ത്രീകളൊക്കെ പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതും ആണുങ്ങൾക്കും ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ. അതും പിന്നൊരു കാര്യമുണ്ട്, ഇപ്പം നമുക്ക് പെട്ടെന്നാകുമ്പോൾ ഒരു ആണാണെങ്കിലും ഷോക്കായി പോകും. ഇതിങ്ങനെ സംഭവം പ്രതികരിച്ചിട്ടില്ല. ചില പെൺകുട്ടിയോട് ചോദിക്കും നിങ്ങളെന്താ പ്രതികരിക്കാത്തത്? ആക്ച്വലി ഈ ഒരു സാധനം വരുമ്പോഴേക്കും ഈ ഒരു ആണായിട്ടുള്ള ഞാൻ അഭിമാനം കൊണ്ട് പറഞ്ഞല്ലോ, ആണല്ലോ ആയിട്ടുള്ള ഞാൻ പോലും ഇതിങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഷോക്കായി പോകും. കയ്യും കാലൊക്കെ ഇങ്ങോട്ട് ഒരുമാതിരി സ്റ്റക്കാവും. ഒരു ഞരമ്പെല്ലാം കൂടെ കോച്ചി പിടിച്ചൊരു അവസ്ഥയാണ്. പിന്നീടാണ് റിയലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രതികരിച്ചു പോകുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അത് പ്രതികരിക്കുന്നതിന് മുമ്പ് 100 വട്ടം. ഇനി ഏറ്റവും വലിയൊരു കാര്യം, ഇത്തവണ ഞാൻ എറണാകുളത്തേക്ക് ഞാൻ വരുന്ന സമയത്ത് ഞാനൊരു ലോ ഫ്ലോർ ബസ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ബസ്സിൻ്റെ അകത്ത് ഒരു ബസ്സിൻ്റെ ഞാനിരിക്കുന്നതിന് കുറച്ച് അപ്പുറത്തൊരു പെൺകുട്ടിയും അവരുടെ ആരൊക്കെ ഇരിക്കുന്നു. അതിൻ്റെ മുൻവശത്ത് ഈ കുട്ടി ഇരിക്കുന്നു. പിൻവശത്തായിട്ട് ഒരു ഉദ്യോഗസ്ഥനാണ് കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല, ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ ബാക്ക് സൈഡിൽ നിന്നുകൊണ്ട് ഫ്രണ്ട് സൈഡിൽ ഇരിക്കുന്ന ഈ സ്ത്രീയെ ഒരു സൈഡിൽ കൂടെ, അഥവാ ബസ്സിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ കലാപരിപാടി കാണിച്ചു. ആ കുട്ടി വിഷമിച്ച് വരണ്ട് തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊന്നും പറയാതെ അത് ഫോൺ വിളിച്ചു. ഞാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ ബസ്സിൻ്റെ സൈഡിൽ കൂടെ കുറേയധികം ബൈക്കുകൾ വരുന്നു. കുറേയധികം പയ്യന്മാർ ബൈക്കിൽ കൂടെ നിറഞ്ഞു വരുന്നു. തെറി പറയുന്നത് എന്താണ് സംഭവം മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ബസ്സിലെ ഡ്രൈവർ വല്ല പരിപാടിയും കാണിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊന്നുമല്ല. ഈ വണ്ടി കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബസ് ഡ്രൈവർ ആണെങ്കിൽ അടിപൊളി ഡ്രൈവറായിരുന്നു. ആളൊരു നല്ലൊരു മാന്യമായിട്ട് മനുഷ്യനായിരുന്നു. നല്ല മുടിയൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യൻ. പുള്ളിക്കാരൻ വണ്ടി കൊണ്ട് നിർത്തിയ ലേഡി കണ്ടക്ടറായിരുന്നു.
അവിടെ വണ്ടി നിർത്തി. അവർ കാലിക്കറ്റ് പോകുന്ന ബസ്സായിരുന്നു. ഞാൻ എറണാകുളത്ത് ഇറങ്ങി. അപ്പം ആ ബസ്സിൻ്റെ ഫ്രണ്ട് ഈ കുട്ടി ഇരിക്കുന്നു. അപ്പോൾ ഈ കുട്ടി ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ ഇയാൾ ചെയ്ത കാര്യം ആ കുട്ടി അവിടെ വിളിച്ച് പറഞ്ഞു. അതിനകത്തും കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നു. അതിനകത്തൊരു സ്ത്രീ ഈ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയും പിന്നീട് ഇവർ നേരെ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയുകയും ഇതിനിടയ്ക്ക് ഞാനും കയറി സംസാരിച്ചിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതിന് ശേഷം നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിൽ അവിടെ കേസെടുപ്പിച്ചു. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പിന്നെ ബസ് ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷം എടുത്തത്. ഏതാണ്ട് ഞാനും ലേറ്റായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരെ എത്തിയത്. പക്ഷേ ആ ബസ്സിലുള്ള ഒരാൾക്കാർ പോലും അതിനെ ഈ മഹാനെ സപ്പോർട്ട് ചെയ്തൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കേസ് കൊടുക്കണം എന്നുള്ള രീതിയിലേക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇത് നടന്നത് പച്ചയ്ക്ക് പബ്ലിക് രാവിലെയാണ്. അയാൾ എന്നിട്ട് പറഞ്ഞ് അയാൾ മദ്യപിച്ചിട്ടുമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അത് ഞാൻ പറഞ്ഞ ആ ഒരു ട്രോമ, അത് ആ കുട്ടിക്ക് കിട്ടിയ ട്രോമ ഇനി എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും മാറുക? ഇനി ഒരു ആണിനെ പെട്ടെന്ന് ഇപ്പോൾ പല സ്ത്രീകളും ആണുങ്ങളെ ഭയങ്കരമായിട്ട് വെറുക്കുന്നു നമുക്ക് തോന്നും. ഇതിൻ്റെ റീസൺ എന്തറിയാമോ? ഈ ആണുങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭവം അത്രയും ദുരനുഭവമായിട്ടുള്ളതാണ്. ചില ആൾക്കാർ ചെയ്യുന്ന കൊടുക്കുന്ന ദുരനുഭവങ്ങൾ കാരണം ഈ സ്ത്രീകൾക്ക് പിന്നെ കാണുന്ന പുരുഷന്മാരിൽ ഇങ്ങനെയാണെന്ന് തോന്നൽ വരും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എല്ലാ ആണുങ്ങളും, ഞാൻ ഉറപ്പിച്ച് പറയാം, എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അച്ഛനെ പറയേണ്ടി വരില്ലേ, നമ്മുടെ സഹോദരനെ പറയേണ്ടി, നമ്മുടെ മകനെ പറയേണ്ടി വരില്ലേ? എല്ലാവരും അങ്ങനെയൊന്നുമല്ല, പക്ഷേ ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ ആരേലും, ഇത് അടുത്ത കമൻറ്റ്, ആരേലും ഇങ്ങനെ ഇടങ്ങേറാക്കാൻ വരുവാണെങ്കിൽ തുപ്പിക്കോന്ന് കമൻറ്റ്. ചങ്ങമ്പുഴ പാർക്കിൻ്റെ മുമ്പിൽ 10 മണി മുതൽ ട്രാൻസ് നിൽക്കാറുണ്ട്. കുറേ പേർ കാറിനും ബൈക്കിനും വന്ന് അവരെ കൊണ്ട് പോകുന്നതും കാണാറുണ്ട്. നിങ്ങളെ വന്നവർ തെറ്റിദ്ധരിച്ചതായിരിക്കും. ചങ്ങമ്പുഴ പാർക്ക് പാലാരിവട്ടം രണ്ടും നിൽക്കുമ്പോൾ അങ്ങനെയാണ് സേഫായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണോ? വിളിച്ചപ്പോൾ നിങ്ങളുടെ അടുത്തെത്തിയ കേരള പോലീസ് അവർക്ക് ഇരിക്കട്ടൊരു കൈയടി. സത്യം, അത് 46,000 ലൈക്ക് കിട്ടി. അതാണ്, അത്രത്തോളം ഡിസർവ് ചെയ്യുന്നുണ്ട് കേരള പോലീസ് ഇക്കാര്യത്തിൽ. ഇങ്ങനെ അവസ്ഥയ്ക്ക് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറേയധികം ട്രാൻസിനെതിരെ പറഞ്ഞു. കേരള പോലീസ് റെസ്പെക്ട്. ഓക്കെ, സോ ഇതാ പറഞ്ഞത്. ഭാഗ്യം ഒന്നും പറ്റാൻ, അല്ലെങ്കിൽ മെഹറിൻ്റെ ചിരി ഞാൻ എങ്ങനെ കാണുമ്പോൾ ദൈവത്തിന് ഇതിനിടയ്ക്ക് കൂടെ. ഓക്കെ, അപ്പോൾ ഇതാ സംഭവം. അപ്പം മെഹറിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെയാണ്, മെഹറിനാണോ MEHR, പുള്ളിക്കാരത്തി ഒരു ആങ്കറൊക്കെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസൊക്കെ. സോ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായ അനുഭവങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൻ്റെ അകത്ത് ആ കുട്ടിയെ ഞാൻ ഐ വിറ്റ്നസ് ആണ്. ആ കുട്ടി ഈ ഒരു വിഷയത്തിൽ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടി പറഞ്ഞു, അയ്യോ വേണ്ട, ഇനിയിപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ല, വണ്ടി പോകുന്നു ബാക്കിയുള്ളവർക്ക്. എന്നിട്ട് ഞങ്ങളെ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി ഒരിടത്ത് ചായ കുടിക്കാനൊക്കെ നിർത്തിയായിരുന്നു. അപ്പോൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടി നിർത്തി. ആ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കുന്നു. അപ്പോൾ സോറി കേട്ടോ, എന്നോട് പറയുക സോറി കേട്ടോ. ഞാൻ എന്തിനാ സോറി? അല്ല, ഞാൻ കാരണം ഇത്രയും നേരം ലേറ്റായില്ലേ, പാവം. ഞാൻ പറഞ്ഞു, അപ്പോഴേ പറഞ്ഞു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പേടിച്ചു പോയി. അതാണൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റാത്ത, അടുത്തിരിക്കുന്നവരടുത്തൊക്കെ എങ്ങനെ പറയും എന്നുള്ളതൊക്കെ ആയിരുന്നു. ഭയങ്കരമായിട്ട് ആ കുട്ടി ഭയങ്കര ഭയത്തിലേക്ക് പോയി. അതിന് ലൈഫ് ടൈം അതിനെ ബാധിച്ചിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു പെപ്പർ സ്പ്രേ എടുത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഫോൺ വിളിച്ചിട്ട് ഇതോടെ ഇങ്ങോട്ട് വാടാന്നൊക്കെ വിളിച്ച് പറയുക. നിങ്ങളുടെ സ്വയരക്ഷ ആദ്യം നോക്കണം. അതിന് സത്യം പറഞ്ഞാൽ നമ്മുടെ പോലീസ് സംവിധാനം തന്നെയാണ് ബെറ്റർ. എന്തൊക്കെ തന്നെ പറഞ്ഞാൽ അക്കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട. ഈ ഒരു പെൺകുട്ടികൾക്ക് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, കേരള പോലീസ് അവിടെ എത്തിയിരിക്കും. അതിന് വേറെ ഒരു തർക്കവും വേണ്ട. കാരണം ഇപ്പോഴും നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യം. ചില കാര്യങ്ങളിലെങ്കിലും ചില പോലീസുകാർ മാത്രം കാണിക്കുന്നതിന് ആ സേനയെ മൊത്തത്തിൽ നമ്മൾ ഒരിക്കലും കളങ്കപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ പാടില്ല. നമ്മൾ ഇത്രത്തോളം നല്ലൊരു പോലീസ് സംവിധാനം മറ്റൊരിടത്ത് ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ചിലയിടത്ത് നമുക്ക് ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അത് ചില വ്യക്തി താല്പര്യങ്ങളാണ്, അതിനകത്ത് രാഷ്ട്രീയമൊക്കെ കടന്നു വരും. പക്ഷേ ഇത് അടിപൊളിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിനകത്ത് ഇതുപോലെ അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ടോ? അത് കാരണം മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്നും അതിൻ്റെ അകത്ത് ട്രോമയിൽ നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പെൺകുട്ടികൾ കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? അതുപോലെ തന്നെ ആൺകുട്ടികൾ, ഇതുപോലെ നമ്മുടെ റഷീദ് ഖമാർ വന്നിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പൊറോട്ട ഇറച്ചിയും വാച്ചി തരാം ബരി അതുപോലുള്ള അനുഭവങ്ങളുണ്ട്. താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്.